എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ ഏവരെയും ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ഷംനാദ് അബ്ദുൾ റഹീം. നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു ഹൗസ് ബോട്ടിംഗ് ട്രിപ്പാണ്. നമ്മളുടെ ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കുമരകത്ത് നിന്നാണ്. വേമ്പനാട് കായൽ വഴി ആലപ്പുഴയുടെ ഭാഗങ്ങളിലൂടെ തിരിച്ച് നമ്മൾ കുമരകത്ത് എത്തിച്ചേരുന്ന ഒരു ട്രിപ്പാണ് ഇന്ന് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്ത് ഏകദേശം ഒരു 1.5 വർഷത്തോളം നമ്മൾ താമസിക്കുകയുണ്ടായി. അപ്പോൾ അവിടുത്തെ ആ ഒരു ഫ്ലാറ്റിൽ ഉണ്ടായിരുന്ന നമ്മളുടെ സുഹൃത്തുക്കളും ഫാമിലിയും ഇന്ന് കുമരകത്ത് എത്തിച്ചേരുകയും അവരുമായി ഒരുമിച്ച് ഒരു ബോട്ട് യാത്ര ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എടുത്ത വീഡിയോ ആണ്. അങ്ങനെ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മൾ 11:30 ആയിരുന്നു സ്റ്റാർട്ടിംഗ് ടൈം പറഞ്ഞിരുന്നതെങ്കിലും ഏകദേശം ഒരു 12 മണി കഴിഞ്ഞു നമ്മൾ ബോട്ടിംഗ് ആരംഭിക്കുമ്പോൾ. എല്ലാവരെയും കണ്ടതിൻ്റെ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ളതായിരുന്നു. വെസ്റ്റേൺ വിൻസ് ഫ്ലാറ്റ് നമ്മൾ വെക്കേറ്റ് ചെയ്തിട്ട് ഏകദേശം 1.5 മാസം ആയിട്ടുള്ളെങ്കിൽ കൂടി ഈ ഒരു ഒരുമിച്ച് കൂടിയുള്ള ഒരു യാത്ര ഇപ്പോഴും നമ്മൾ ഒരുമിച്ച് ഒരു കുടുംബം പോലെ കഴിയുന്നു എന്നുള്ള തരത്തിൽ തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. രണ്ട് ബെഡ്റൂമോട് കൂടിയ അധികം വലിപ്പമില്ലാത്ത ഒരു ഹൗസ് ബോട്ടായിരുന്നു നമ്മൾ ഈ യാത്രയ്ക്ക് വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കനാലെന്നോ കൈവഴിയെന്നോ തോടെന്നോ എന്നൊക്കെ പറയാവുന്ന ആ ഒരു ഭാഗത്തു നിന്നും വേമ്പനാട് കായലിലേക്ക് നമ്മൾ എൻ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥ അനുകൂലമായിരുന്നതിനാൽ സാധാരണ പോലെ തന്നെ മറ്റ് ഹൗസ് ബോട്ടുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. കുട്ടികളെല്ലാവരും പരസ്പരം കണ്ട വളരെ ആ ഒരു സന്തോഷം അവർ പങ്കിടുന്നുണ്ടായിരുന്നു. നമ്മളുടെ ആ ഒരു ബോട്ടിന്റെ റൂട്ടെന്ന് പറയുന്നത് കുമരകത്ത് നിന്നും പാതിരാമണൽ വഴി മുഹമ്മയുടെ തീരങ്ങളിലൂടെ തണ്ണീർമുക്കം ബണ്ട് വരെ പോയി തിരിച്ച് ബേർഡ് സാങ്ച്വറി വഴി കുമരകത്ത് എത്തിച്ചേരുന്ന ആ ഒരു റൂട്ടായിരുന്നു നമ്മൾക്ക് അവർ പ്രൊവൈഡ് ചെയ്തിരുന്നത്.
ഹൗസ് ബോട്ടിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ പാതിരാമണലിൽ ഇറങ്ങുന്നതിന് ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ട്. തീരത്തോട് അടുപ്പിക്കാൻ ഹൗസ് ബോട്ടുകൾക്ക് ആവില്ല. അതിന് നമ്മൾ വേഗ 2 പോലെയുള്ള ബോട്ടുകളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വേഗ 2 ബോട്ടിൽ നമ്മൾ നടത്തിയ ഒരു യാത്രയുടെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. വളരെ വലിപ്പമുള്ളതും ആഡംബരമുള്ളതും ഭംഗിയുള്ളതുമായ നിരവധി ഹൗസ് ബോട്ടുകൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. കിച്ചണിൽ നമുക്കുള്ള ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസ് ആരംഭിച്ചു കഴിഞ്ഞു. വേമ്പനാട് കായലിനെ പറ്റിയുള്ള വിശദീകരണങ്ങളും ഡീറ്റെയിലും എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ വേഗ 2 ബോട്ടിൽ നടത്തിയ യാത്രയുമായി ബന്ധപ്പെട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. നിരവധി ഹൗസ് ബോട്ടുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. ലഞ്ചിന്റെ സമയമായതിനാൽ കരയോട് ചേർന്നുള്ള ഒരു പ്രദേശത്ത് ബോട്ട് കുറച്ച് സമയത്തേക്ക് ഒതുക്കിയിടുന്നുണ്ട്. അങ്ങനെ നമുക്ക് ലഞ്ചിന്റെ വിഭവങ്ങളെല്ലാം തീൻമേശയിൽ ഒരുക്കിയിരിക്കുന്നു. ചിക്കൻ കറി, ഫിഷ് കറി, സാമ്പാർ, ഫിഷ് ഫ്രൈ, തോരൻ, അവിയൽ, മോരുകറി, സാലഡ്, കുത്തരിച്ചോറ് എന്നിവയെല്ലാമായിരുന്നു ലഞ്ചിന് വേണ്ടി ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ്. എല്ലാവരും സെർവ് ചെയ്തും സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുന്ന ആ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഏകദേശം 8ഓളം ഫാമിലി ആയിരുന്നു ഞങ്ങൾ ബോട്ടിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഭക്ഷണത്തിന് ശേഷം എല്ലാവരും മുകളിൽ ഓപ്പൺ ഡെക്കിൽ വിശ്രമിക്കാൻ എത്തിയിരിക്കുകയാണ്. വേമ്പനാട് കായലിന്റെ അതിവിശാലമായ ഓളപ്പരപ്പിലൂടെയുള്ള ഈ ഒരു യാത്ര എല്ലാവരും വളരെ എൻജോയ് ചെയ്യുകയാണ്. ഒപ്പം പരസ്പരം കുശലങ്ങളും വിശേഷങ്ങളും ഒക്കെ പങ്കുവെക്കുന്ന തിരക്കിലുമാണ്.
കായലിൻ്റെ സൈഡിലായി നമുക്ക് ചെറുതും വലുതുമായി നിരവധി ഹോട്ടലുകളും റിസോർട്ടുകളും ഒക്കെ കാണാൻ സാധിക്കും. ഒപ്പം വിനോദസഞ്ചാരികളുമായി പോകുന്ന സ്പീഡ് ബോട്ടുകളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. അങ്ങനെ നമ്മൾ തണ്ണീർമുക്കം ബണ്ടിനോട് വളരെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നും നമ്മളുടെ ബോട്ട് തിരിച്ച് വീണ്ടും കുമരകത്തേക്ക് പോവുകയാണ്. പലതരത്തിലുള്ള സ്പീഡ് ബോട്ടുകൾ നമുക്കിവിടെ കാണാൻ സാധിച്ചു. യാത്രക്കാരെ ഹരം കൊള്ളിക്കുന്ന തരത്തിലാണ് അതിൻ്റെ വേഗതയും യാത്രയുമൊക്കെ. അങ്ങനെ യാത്രയുടെ സമയം ഏകദേശം കഴിയാറായി വരുന്നുണ്ട്. വളരെ സന്തോഷം നിറഞ്ഞൊരു യാത്ര തന്നെയായിരുന്നു, പറയാതെ വയ്യ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി എത്തുന്നത് വരെ ഷംനാദ് അബ്ദുൾ റഹീം സൈനിങ് ഓഫ്.